ഹലോ കൂട്ടുകാരെ, എന്നിലെ വീട്ടമ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം സീറോ ടു ഹീറോ എന്ന 30 ഡേയ്സ് PSC സ്റ്റഡി ചലഞ്ചിൽ ഡേ 22 വീഡിയോയിൽ വന്ന ഒരു കമൻറ്റാണ്. ഇതാണ് ആ കമൻറ്റ്. നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള അമൃത എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥി അയച്ച മെസ്സേജാണിത്. ഈ ഒരു മെസ്സേജ് ഇന്നലെ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു ദിവസമാക്കി. സീറോ ടു ഹീറോ എന്ന എൻ്റെ 30 ഡേയ്സ് PSC സ്റ്റഡി ചലഞ്ച് ഒരാൾക്കെങ്കിലും ഇൻസ്പിറേഷൻ ആയി എന്നറിഞ്ഞതിലും എന്നും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് എന്നറിഞ്ഞതിലും വളരെയധികം സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമാവോ എന്നൊക്കെ ഞാനും വിചാരിച്ചിരുന്നു. വീഡിയോയ്ക്ക് 1-2 ലൈക്കൊക്കെ കിട്ടുമ്പോഴാണ് ഇത് ആർക്കൊക്കെയോ ഇഷ്ടമാകുന്നുണ്ട് എന്നൊരു തോന്നൽ വരുന്നത്. ഇങ്ങനൊരു പോസിറ്റീവ് കമൻറ്റ് വന്നപ്പോഴാണ് എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് മനസ്സിലായത്. ചേച്ചി പഠിക്കുന്നത് കാണുമ്പോൾ എനിക്കും പഠിക്കാൻ തോന്നുന്നുണ്ട് എന്ന മെസ്സേജ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായി. എൻ്റെ ഈ ചെറിയ പഠനരീതി കണ്ടിട്ട് മറ്റൊരാൾക്കെങ്കിലും പഠിക്കാൻ തോന്നുന്നുണ്ട് എന്നറിഞ്ഞതിൽ എൻ്റെ 22 ദിവസത്തിലെ ചെറിയൊരു പരിശ്രമത്തിൻ്റെ ഒരു ഫലം കൂടിയാണ് ഈ മെസ്സേജ്. ഒരാൾക്കെങ്കിലും ഉപകാരപ്രദമാകുന്ന രീതിയിൽ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ പഠിക്കുന്നത് കണ്ട് ഒരാൾക്കെങ്കിലും പഠിക്കാൻ തോന്നുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് എൻ്റെ ഒരു ചെറിയ പരിശ്രമം മാത്രമാണ്. ഒരു 2 മണിക്കൂറൊക്കെ എനിക്കും എഫക്റ്റീവായി ഇരുന്ന് പഠിക്കാൻ കഴിയുന്നുള്ളൂ. നോട്ട് എഴുതിയെടുക്കാനും അത്യാവശ്യം ടൈം വേണം. എങ്കിലും നോട്ട് എഴുതിയെടുത്ത് പഠിക്കുന്നത് എനിക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. ഞാനും വളരെയധികം മടിയുള്ള ഒരു കൂട്ടത്തിൽ തന്നെ ആയിരുന്നു. ജോലി വേണം എന്നാൽ പരിശ്രമിക്കാതെ ജോലി കിട്ടുമോ? അതില്ലല്ലോ. 1-2 ദിവസം നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, പിന്നെ അത് പതിയെ പതിയെ കുറയുന്നത് കാണാം. ആദ്യമായിട്ടാണ് ഞാനും ഇത്രയും ദിവസം കൃത്യമായിട്ടിരുന്ന് പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് എന്നോട് തന്നെ ചെയ്യുന്ന ഒരു സ്റ്റഡി ചലഞ്ച് ആയിരുന്നു. ഈ ചലഞ്ച് തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ മകൾക്ക് പനിയായിരുന്നു. പിന്നെ എനിക്കും പനി പിടിച്ചു. 2 ആഴ്ചത്തോളം തീരെ വയ്യായിരുന്നു. എനിക്കും നല്ല ചുമയും സൗണ്ടും കുറവായിരുന്നു. ഇത് ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിൽ ഇതിനിടയിൽ ചില സങ്കടങ്ങളും നെഗറ്റീവ് തോട്ട്സും ഒക്കെ എന്നെ മാനസികമായും തളർത്തിയിരുന്നു. ആദ്യമായിട്ടാണ് ഞാനും ഇങ്ങനെയുള്ള ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഓരോ ദിവസവും എനിക്ക് വേണമെന്ന രീതിയിൽ ആ ദിവസങ്ങളിൽ പോലും പഠനത്തിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇത് എന്നോട് തന്നെ ചെയ്യുന്ന ഒരു സ്റ്റഡി ചലഞ്ചായിരുന്നു. എന്നും കൃത്യമായി മുടങ്ങാതെ പഠനത്തിനു വേണ്ടി എങ്ങനെ സമയം കണ്ടെത്താം എന്നുള്ളത്. ഓരോ ദിവസവും കിട്ടുന്ന കുറച്ച് ടൈമാണെങ്കിൽ പോലും അത് പഠനത്തിനു വേണ്ടി മാറ്റിവെക്കണം എന്നുണ്ടായിരുന്നു. 22 ദിവസം PSCക്ക് വേണ്ടി മുടങ്ങാതെ പഠിക്കാൻ സാധിച്ചതിലും സ്റ്റഡി വീഡിയോ കൃത്യമായി മുടങ്ങാതെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചതിലും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് തന്നവർക്കും വളരെയധികം നന്ദി. ഞാനിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് LGS എക്സാമാണ്. ഞാൻ മാത്സും കറണ്ട് അഫെയറും GK ഒക്കെയാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷോ മലയാളമോ ഞാനിപ്പോൾ പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷും മലയാളവും പഠിക്കുന്ന വീഡിയോസൊന്നും ഇടാത്തത്. നിങ്ങൾ മെയിനായിട്ട് LDCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ഞാൻ മാത്സ് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ ഇംഗ്ലീഷും മലയാളവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് വർക്കൗട്ട് ചെയ്യുക. ഇതെല്ലാം LDCക്കൊക്കെ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഈ 2 വിഷയത്തിലും നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കറണ്ട് അഫെയറും പഠിക്കുക. എനിക്കും മാത്സ് ഒരു ബാലികേറ മലയായിരുന്നു. അതിനു കാരണം മാത്സിലൊരു ബേസ് ഇല്ല എന്നതു തന്നെയായിരുന്നു. മാത്സ് നന്നായിട്ട് ചെയ്യുന്നവരെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു, ഇവരെങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. എൻ്റെ മാമൻ്റെ മക്കൾക്ക് 2 പേർക്കും മാത്സ് ചെയ്യാനറിയാം. ഇവർക്ക് മാത്സിലൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു. അവർ മാത്സ് ചെയ്യുന്നതൊക്കെ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിരുന്നു. മാത്സിലൊക്കെ അവർക്ക് നല്ലൊരു ബേസ് കിട്ടിയിരുന്നു. മാത്രമല്ല അവരത് നന്നായിട്ട് വർക്കൗട്ടും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവർ മാത്സിൽ നല്ല ഭുജികളായതെന്ന് മനസ്സിലായി. മാത്സ് കാണുമ്പോൾ തന്നെ തല ചുറ്റുന്നു എന്ന രീതിയിൽ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന രീതിയിൽ അടച്ചു വെക്കാൻ തന്നെയായിരുന്നു ഞാനും ശ്രമിച്ചിരുന്നത്. മാത്സിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊന്നും അന്ന് കിട്ടിയിരുന്നുമില്ല. ഇന്ന് PSC പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബിൽ തന്നെ ഒട്ടനവധി നല്ല പ്രഗത്ഭരായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. അതിലൊരാളാണ് നമ്മുടെ ജെറിൻ സാറ്. ഞാൻ ജെറിൻ സാറെയാണ് ഇപ്പോൾ മാത്സിന് വേണ്ടി ഫോളോ ചെയ്യുന്നത്. ഏതൊരാൾക്കും മാത്സിനെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് സാറിൻ്റെ ക്ലാസ്സുകൾ. മാത്സിലെ ട്രിക്സും ഷോർട്ട് കട്ടും ഒക്കെ സാറ് പറഞ്ഞു തരുന്നുണ്ട്.
ഇത്രയും ദിവസം പഠിച്ച മാത്സ് എനിക്ക് ഓർത്തിരിക്കാനും അതുപോലെ അത് വർക്കൗട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതിനു കാരണം അതിനെ ഇഷ്ടപ്പെട്ടു പഠിച്ചു എന്നതു തന്നെയാണ്. ആ പഠനത്തിന് നല്ലൊരു ബേസും ഉണ്ടായിരുന്നു. പഠിക്കുമ്പോൾ എനിക്കായാലും ചില സമയത്ത് ടെൻഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. നമ്മളെക്കൊണ്ട് ഇത് പറ്റുമെന്ന രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ആദ്യമൊക്കെ കുറേശ്ശെ പഠിച്ച് മുന്നോട്ട് പോവുക, അത് റിവിഷൻ ചെയ്യുക. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ വീഡിയോ കാണുമ്പോൾ പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയക്കുന്ന പോസിറ്റീവ് കമൻസ് എനിക്കും പഠിക്കാനുള്ള ഒരു നല്ലൊരു എനർജി ആ കമൻസിലൂടെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാൻ പഠിക്കാനിരിക്കുമ്പോഴായിരുന്നു ആ കമൻറ്റ് വായിച്ചത്. 1 മണിക്കൂറാണ് ഞാൻ പഠിക്കാൻ വിചാരിച്ചത്. എന്നാൽ 1 മണിക്കൂർ എന്നത് 2 മണിക്കൂർ വരെ ഇരുന്ന് പഠിക്കാൻ എന്നെ ആ കമൻറ്റ് പ്രേരിപ്പിച്ചു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.